ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിനൊക്കെ വിട പറഞ്ഞുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ടൂറിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് എത്തി ഫ്രണ്ട്സ്. ഞങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാണ് ഫ്രണ്ട്സ്. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഡിക്കിയിൽ മാത്രമേ സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോഴേക്കും പകുതി സാധനങ്ങൾ സീറ്റിലും ഉണ്ട്. അങ്ങനെ ബാംഗ്ലൂരിന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതാ നാട്ടിലേക്ക് പോവാണ്. കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ലാൻഡ് ചെയ്തു. അപ്പോൾ രാവിലത്തെ കാപ്പി പൊങ്കലാകാമെന്ന് വിചാരിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഉറക്കം വരുന്നുണ്ട്. ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അടുത്ത് അനിയത്തിരിപ്പുണ്ടായിരുന്നു. അവളെ കാണുമ്പോഴേക്കും ഒരു പിച്ചോ ഒരു മാന്തോ കൊടുക്കാൻ തോന്നും. തിരിച്ചിങ്ങോട്ട് കിട്ടുമ്പോഴേക്കും എൻ്റെ കടിയതോടെ തീരും. കണ്ടോ എനിക്ക് കിട്ടവളൊക്കെ ആ സ്പോട്ടിൽ കിട്ടി. ഞാൻ ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. സന്തോഷമായി. എനിക്ക് എന്തിൻ്റെ പ്രശ്നമായിരുന്നു? കിട്ടവളൊക്കെ കിട്ടിയപ്പോഴേക്കും ഞാനും ഹാപ്പി, അവളും ഹാപ്പി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ കടയിൽ നിന്ന് കിട്ടിയൊരു സാധനമാണ് ഈ ലിറ്റിൽ ഹാർട്ട്സ്. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ കയ്യിൽ കിട്ടിയൊരു സാധനം. തമിഴ്നാട്ടിലേക്ക് ലാൻഡ് ചെയ്തപ്പോഴേക്കും സഹിക്കാൻ പറ്റാത്ത ചൂട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. തണുപ്പ് ഞാൻ എത്ര വേണോ സഹിക്കാം. അങ്ങനെ സഹിക്കാൻ പറ്റാണ്ടിരുന്നപ്പോഴേക്കും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചു. ആ ഐസ്ക്രീം കുടിച്ചപ്പോഴേക്കും എന്താ ഒരു ആശ്വാസം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ദിണ്ടുകല്ലിൽ ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏത് ദിണ്ടുകൽ ബിരിയാണി. അങ്ങനെ ഞാനൊരു ഹോട്ടലിൽ ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3G ആയിപ്പോയി ഫ്രണ്ട്സ്. ദിണ്ടുകൽ ബിരിയാണി എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ട് തന്നത് ഏതോ ഒരു ബിരിയാണി ആയിരുന്നു. എൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ആ കുഞ്ഞാവയെ കണ്ടോ? ഞാൻ നോക്കുമ്പോഴേക്കും എന്നെ നോക്കത്തില്ല. ഞാൻ നോക്കാത്ത സമയം എന്നെ നോക്കും, എന്നിട്ട് നോക്കി ചിരിക്കും. ഇതാണ് മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡ. ഇത് പൊതുവെ ഗ്ലാസ്സിലാണ് കിട്ടുന്നത്. ഇത് നമുക്കിന്ന് ബോട്ടിലാണ് കിട്ടിയത്. ഈ ജിഗർദണ്ഡ നമുക്ക് ട്രിവാൻഡ്രത്തും കിട്ടും. പക്ഷേ ഒറിജിനൽ ജിഗർദണ്ഡ കുടിക്കണമെങ്കിൽ മധുരയിൽ തന്നെ പോകണം. ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ സ്ഥലമെന്ന്. അങ്ങനെ അവിടെ നിന്ന് KFCയും കഴിച്ച് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങി. ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ദിവസമാണ് ഫ്രണ്ട്സ്. കാര്യം എന്താണെന്നറിയോ? ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്ന ഒരു ദിവസമാണ് ഈ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കുറേ ടോൾ കൊടുത്തു. അങ്ങനെ ഇതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ടോൾ. അവസാനത്തതും ആദ്യത്തെ ടോളും ഇതായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനിതാ തിരിച്ച് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം തിരുവനന്തപുരം ബോർഡ് കണ്ടു. പോയതുപോലെ ഒരാപത്തും കൂടാണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. കറക്റ്റ് 12 മണി ആയപ്പോഴേക്കും ഞാൻ എൻ്റെ റൂമിലും എത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. എൻ്റെ റൂം, എൻ്റെ കട്ടിൽ, എൻ്റെ സ്വർഗത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു ഫ്രണ്ട്സ്. ഇനിയൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.